സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഡയറി എൻട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു സീഡ് ആൻഡ് സോയിൽ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമ്മുടെ പാർവതിയുടെയും ഇച്ചു അമ്മയുടെയും സ്റ്റോറി. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. നമ്മുടെ പാർവതി കുട്ടി അന്ന് ഇച്ചു അമ്മയുടെ കൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വയലിലൊക്കെ പോയി എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ദിവസം അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഒരുപാട് പാഠങ്ങൾ ആ ഒരു ദിവസം കിട്ടുന്നുണ്ട്. സോ ആ ഒരു ദിവസം നമ്മുടെ പാർവതി കുട്ടി എഴുതാൻ ചാൻസ് ഉള്ള ഡയറി എൻട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർവതിയുടെ ഡയറി നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഡയറി അല്ല, പാർവതിയുടെ തോട്ട്സ് ആണെങ്കിലും എന്ത് ചെയ്യാം, എന്റെ മക്കൾക്ക് ഈ ഒരു ആൻസർ തന്നെ എഴുതി വെക്കാം. ഡയറിന്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റിയാൽ മതിയെന്നേ ഉള്ളൂ. ഡയറി ആവുമ്പോൾ നമ്മുടെ ഡേറ്റ് ഒക്കെ എഴുതണം. ആ ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എന്തായി, അത് തോട്ട്സ് തന്നെയായി. അപ്പൊ തോട്ട്സ് ചോദിച്ചാലും ഡയറി എൻട്രി ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ട് താഴെ, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഈ നോട്ട്സ് ഒക്കെ കിട്ടുന്നതാണ്. വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്താൽ ഈ നോട്ട്സ് ഒക്കെ കിട്ടും. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഡയറി എൻട്രിയിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇമാജിൻ പാറു റൈറ്റ്സ് എ ഡയറി entry about her experience in the fields with her grandmother and the thought she had about her mother. Write Paru's entry in the first person, expressing her feeling and reflection. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പാറു അന്നത്തെ ആ ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ കൂടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവൾ അമ്മേനെ പറ്റി ആലോചിച്ചതും അമ്മേനെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം എന്ത് ചെയ്യാണ്, അന്നത്തെ ദിവസത്തെ ഡയറിയിൽ എഴുതി വെക്കാണ്. സോ ആ ഒരു ഡയറി എൻട്രി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കള് ഡയറി എൻട്രി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പൊ ലെഫ്റ്റ് ടോപ്പ് സൈഡിലായിട്ട് നമ്മുടെ പേജിന്റെ ലെഫ്റ്റില് ഇടതുഭാഗത്ത് ടോപ്പ് മുകളിലായിട്ട് എന്ത് ചെയ്യണം, ഡേറ്റും ഡേയും എഴുതണം. അപ്പൊ 19 ഡേ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഡേ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. തേഴ്സ്ഡേ, ഡിസംബറോ ജാനുവരിയോ എന്താ മന്തും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. സോ ഇങ്ങനെ ഡേറ്റ് എന്ത് ചെയ്യണം, ഡേറ്റും ഡേയും മന്തും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതണം കേട്ടോ. നമ്പർ ഇട്ട് വെക്കരുത്. ഡേയും മന്തും ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പൊ ആ ഒരു ദിവസം അടിപൊളി നല്ല സൂപ്പർ ദിവസമാണെങ്കിലോ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ എന്ന് പറയാം. ഇനി വിഷമുള്ള ദിവസമാണെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ. സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ടുഡേ വാസ് എ ഹാപ്പി ഡേ. ഇനി ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറയാം. എന്താണ് അൺഫോർഗറ്റബിൾ ഡേ? സോ ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആ ഒരു ദിവസത്തിൽ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റ്സ്, ആ ഒരു ദിവസം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ആ ഒരു സമയത്ത് നമ്മുടെ പാറക്കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ഈ കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ഒരു ദിവസം എന്ത് നടന്നു, രാവിലെ പോയി പല്ല് തേച്ചു, പാർക്ക് പോയി അല്ലെങ്കിൽ പാടത്ത് പോയി, അങ്ങനെ റുട്ടീൻ പോലെ എന്റെ മക്കൾ എഴുതി വെക്കരുത്. ഇമോഷൻസ് അല്ലെ, അവരുടെ ചിന്തകൾക്കും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് എഴുതി വെക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ടുഡേ വാസ് എ ബാഡ് ഡേ ആണോ, എന്ത് ഡേ ആയിരുന്നു, ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് നാളെ ഒരു നല്ല ദിവസമായിരിക്കും, ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, എന്റെ മക്കൾക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നിങ്ങൾ ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അവിടെ എന്താണ് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഐ, മീ, മൈ, വി ഇതുപോലെയുള്ള പ്രോണൗണുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം, ഫസ്റ്റ് പേഴ്സൺ പ്രോണൗണുകൾ. തോട്ട്സ് എഴുതാണെങ്കിലും നിങ്ങൾ എങ്ങനെ എഴുതുക, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലാണ്. സോ അതാണ് മിസ് പറഞ്ഞത്, ഡയറി എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തോട്ട്സ് ആയിട്ടും എഴുതാന്ന് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, പാറക്കുട്ടിയായിട്ട് ഡയറി എഴുതിയാൽ മതി. നിങ്ങളായിട്ട് ഡയറി എഴുതരുത്. പാറക്കുട്ടി എങ്ങനെയാണോ ഡയറി എഴുതുക, നിങ്ങൾ പാറക്കുട്ടിയായിട്ട് ബി ദ ക്യാരക്ടർ, നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് എന്ത് ചെയ്താൽ മതി, ഡയറി എഴുതിയാൽ സ്വാഭാവികമായിട്ടും എന്ത് തന്നെയാവും, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് തന്നെയാവും കേട്ടോ. സോ നമുക്ക് ആൻസറിലേക്ക് പോയാലോ. 19 തേഴ്സ്ഡേ ഡിസംബർ, ഡേയും ഡേറ്റും മന്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഐ വെന്റ് ടു ദ ഫീൽഡ്സ് വിത്ത് ഇച്ചു അമ്മ അല്ലെ, ഇച്ചു അമ്മയുടെ കൂടെ ഫീൽഡ്സിലേക്ക് പാടത്തേക്ക് പോയി. ദ ഫാമേഴ്സ് വർ പ്ലാന്റിംഗ് പാഡി ആൻഡ് വി ജോയിൻഡ് ദം. ഓക്കെ, ഫാമേഴ്സ് എന്ത് ചെയ്യായിരുന്നു, അവിടെ പാഡി അല്ലെ നെല്ലിന്റെ ഞാറ് നടുകയായിരുന്നു. ആൻഡ് വി ജോയിൻഡ് ദം, ഞങ്ങൾ എന്ത് ചെയ്തു, അവരുടെ കൂടെ കൂടി. ദ സൺ വാസ് ഹോട്ട്, സൂര്യൻ വളരെ ചുട്ടുപൊള്ളായിരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ഗ്രാൻഡ്മ അലോൺ,
പക്ഷെ ഗ്രാൻഡ്മേനെ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോരണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗ്രാൻഡ്മേന്റെ കൂടെ തന്നെ നിന്നു. ഷീ ലുക്ക് ടയേർഡ് ബട്ട് ഷീ വാസ് വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ ഗ്രാൻഡ്മ വളരെ ടയേർഡായിട്ട് അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ച്, ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷീണാണ് അല്ലെ. അപ്പൊ വളരെ ക്ഷീണത്തോടെ ആയിരുന്നു അച്ഛമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ്മ ഉണ്ടായിരുന്നത്. ബട്ട് ഷീ വാസ് ഹാപ്പി, പക്ഷെ അവരെന്തായിരുന്നു, സന്തോഷത്തിലായിരുന്നു. ഷീ ലവ്സ് ദ ഫീൽഡ് സോ മച്ച്, അവർക്ക് പാടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് ഐ സ്റ്റുഡ് ദർ ഐ തോട്ട് ഓഫ് അമ്മ, ഐ മിസ് ഹെർ എവറി ഡേ. അപ്പൊ പാടത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മിസ് ചെയ്തു. ആൻഡ് ഐ മിസ് ഹെർ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, അമ്മേനെ മിസ് ചെയ്യാറുണ്ട്. ഷീ ഓൾവേസ് സെഡ് നേച്ചർ ഈസ് അവർ മദർ. ഓക്കെ, അപ്പൊ അമ്മ എപ്പോഴും പറയായിരുന്നു നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്ത്, നമ്മുടെ അമ്മ എന്നുള്ളത്. ടുഡേ ഐ ട്രൂലി ഫെൽറ്റ് ഇറ്റ് ആൻഡ് ദ വിൻഡ്, ദ ട്രീസ് ആൻഡ് ദ സോയിൽ അറൗണ്ട് മീ made me feel close to her. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് ശരിക്കും എന്തായി, അത് ഫീൽ ചെയ്തു. ആൻഡ് എൻ്റെ ചുറ്റുമുള്ള കാറ്റും മരങ്ങളും മണ്ണും ഒക്കെ എന്ത് ചെയ്തു, എനിക്ക് അമ്മ എൻ്റെ അടുത്തുള്ളത് പോലെ അല്ലെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്താണ്, ക്ലോസർ ആണ് എന്ന് എനിക്ക് തോന്നലുണ്ടാക്കി. ഐ നോ ഷീ ഈസ് നോട്ട് റിയലി ഗോൺ, ഷീ ഈസ് വിത്ത് മീ ഇൻ എവറിത്തിങ് അറൗണ്ട് മീ. അപ്പൊ എനിക്കറിയാം എൻ്റെ അമ്മ എന്നെ വിട്ടു പോയിട്ടില്ല, എനിക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യത്തിലും എന്തുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് ഐ വിഷ് ഐ കുഡ് ടോക്ക് ടു ഹർ, hug her and hear her voice again, but in my heart I know she is always near. Okay, അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഐ വിഷ് ഐ കുഡ് ടോക്ക് ടു ഹെർ, എനിക്ക് അമ്മനോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മേനെ കെട്ടിപ്പിടിക്കാൻ, അല്ലെ ഹഗ് ഹെർ, അമ്മേനെ കെട്ടിപ്പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അമ്മയുടെ വോയിസ് ഒക്കെ എനിക്ക് ഒന്നുകൂടി കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബട്ട് ഇൻ മൈ ഹാർട്ട് ഐ നോ ഷീ ഈസ് ഓൾവേസ് നിയർ, അല്ലെ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ എനിക്കറിയാം എൻ്റെ അമ്മ എന്തുണ്ട്, എൻ്റെ കൂടെ തന്നെയുണ്ട്. സോ അമ്മേനെ പറ്റിയിട്ടുള്ള ഓർമ്മകളും ഇച്ചു അമ്മയുടെ കൂടെ പാടത്ത് പോയ ഓർമ്മകളും ഇതൊക്കെയല്ലേ നമ്മുടെ പാർക്കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക. സോ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ ഡയറി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. തോട്ട്സ് വന്നാലും ഡയറി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നോട്ട്സ് കിട്ടണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ നോട്ട്സ് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യുക കേട്ടോ. സോ ലവ് യു ഓൾ, ബൈ, ഓൾ ദി ബെസ്റ്റ്.